الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പടച്ചതമ്പുരാൻ നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനുമുള്ള ഒരവസരം ഇവിടെ സംജാതമായിരിക്കുകയാണ്. കേരളക്കരയിൽ മതരംഗത്ത് വളരെ സജീവമായ സാന്നിധ്യമായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ പ്രവർത്തകരാണ് ഇങ്ങനെയുള്ള ഒരു വേദി ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്ത്, ഞമനേങ്ങാട് പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു വേദി ആദ്യമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ തൊട്ടടുത്ത പ്രദേശമായ കൊച്ചനൂര് വളരെ നാളുകളായിക്കൊണ്ട് ഇസ്ലാഹി ആദർശത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ സന്ദേശം വളച്ചുകെട്ടില്ലാതെ കൃത്യമായിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പള്ളിയും പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരായ ആളുകൾ ഇങ്ങനെ ഒരു പുതിയ ആശയക്കാർ, ഒരു പുതിയ പ്രസ്ഥാനക്കാർ ഇവിടെ വന്നുകൊണ്ട് എന്തായിരിക്കും ഇവിടെ പറയുക, നമ്മളെല്ലാം തന്നെ കാർന്നവന്മാരായി അനുഷ്ഠിച്ചു പോരുന്ന ആദർശ പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ടായിരിക്കാം ഇവിടെ കടന്നു വരിക എന്നുള്ള ഭീതിയോടുകൂടി ഈ നാട്ടുകാർ ഒരുപക്ഷെ ഇതിനെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യമായിക്കൊണ്ട് എനിക്ക് ഈ നാട്ടുകാരുടെ മുന്നിൽ വളരെ കുറഞ്ഞ സമയമാണ് എനിക്ക് എന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പടച്ചതമ്പുരാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമായിക്കൊണ്ട് ജഗന്നിയന്താവായ റബ്ബുൽ ആലമീൻ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് കനിഞ്ഞു നൽകിയ ഖുർആനുൽ അദീം, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ നിന്നുള്ള ഒരു വചനം, അതാണ് ആദ്യമായി ഞാനിവിടെ ആമുഖമായി ഓതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥമാണ് എന്റെ ഈ നാട്ടുകാരായ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാവരോടുമായി കൊണ്ട് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പരിശുദ്ധ ഖുർആൻ അത് മുസ്ലിങ്ങളുടേത് എന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ഈ നാട്ടുകാരായ നല്ലവരായ ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഖുർആൻ അതിന്റെ ആശയങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വായിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നാണ് ഖുർആൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും ഇത് മുസ്ലിങ്ങളെ, മാപ്പിളമാരെ, മക്കക്കാരെ നിങ്ങൾക്കുള്ളതാണ് എന്ന്
പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇവിടെ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ സദസ്സിലുള്ളവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളോടുമായി കൊണ്ടാണ് ഖുർആനിന്റെ സംസാരം. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ വചനം, അതായത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന പ്രഖ്യാപനം, ഫബശ്ശിർ ഇബാദ്, ഖുർആനിനെ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷമറിയിക്കുവാൻ വേണ്ടി പറയുകയാണ്. ആ റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ആ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾ മുഴുവൻ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ്. അതായത് മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ഈ ലോകത്തുള്ള ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്ന, ഏതൊക്കെ സംസ്കാരവും ആചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടോ, ആ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി എന്ന പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? ഫബശ്ശിർ ഇബാദ്, പ്രവാചകരെ, എന്റെ ദാസന്മാർക്ക് സന്തോഷം അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, അല്ലദീന യസ്തമിഊനൽ ഖൗല, എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരായിട്ട് ആരുണ്ടോ അവർക്ക് സന്തോഷം അറിയിക്കുക. എല്ലാം കേൾക്കുക, എന്നിട്ട് അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരാരുണ്ടോ അവർക്ക് സന്തോഷം അറിയിക്കുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് മാർഗദർശനം ലഭിക്കുക, അവർക്കാണ് കൃത്യമായ ഹിദായത്ത് ലഭിക്കുക. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധിയുള്ള ആളുകളും. അതുകൊണ്ട് തന്നെ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ ഒരു ഭീകര പ്രസ്ഥാനമല്ല. ഈ നാട്ടിൽ നന്മകൾ മാത്രമേ മുജാഹിദുകൾ മനുഷ്യരുടെ മുന്നിലേക്ക് നൽകിയിട്ടുള്ളൂ. ഈ പ്രസ്ഥാനത്തിന്, അതായത് സംഘടിതമായി കൊണ്ട് പ്രവർത്തനം തുടങ്ങിവെച്ച ജില്ലയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന്റെ തുടക്കം കേരളക്കരയിൽ യാതൊരു മതസംഘടനയും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്ന് നമുക്ക് മതത്തിന്റെ പേരിൽ ഒരുപാട് സംഘങ്ങളും സംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യർ പരസ്പരം കലഹിച്ചുകൊണ്ട്, ഭിന്നിച്ചുകൊണ്ട്, അകന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളെ ഒരുമയിലേക്ക് ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടുകാരായ, അതായത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പ്രദേശത്തുകാരായ ഏതാനും നാട്ടിലുള്ള ഏതാനും പൗരപ്രധാനികളായ ആളുകളും പണ്ഡിതന്മാരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ചെറിയ സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് കേരളത്തിൽ മലയാളക്കരയിൽ മതത്തിന്റെ പേരിൽ ഉണ്ടായ ഒന്നാമത്തെ സംഘടന. അതാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിലുള്ള സംഘടന. അത് ഈ ജില്ലയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഐക്യസംഘത്തിന്റെ പ്രവർത്തനം അന്ന് തുടങ്ങി 920-കൾക്ക് ശേഷമാണ് തുടങ്ങിയത്. അപ്പോഴും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, 920-ലല്ലേ? പക്ഷേ അതിന്റെ മുമ്പ് കേരളത്തിൽ മതസംഘടനയില്ല. കേരളത്തിൽ ഒരു മതസംഘടന അതിന്റെ മുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി രൂപീകരിക്കപ്പെട്ട മതസംഘടന കേരള മുസ്ലിം ഐക്യസംഘം. അതാണ് പിന്നീട് അതിന് പണ്ഡിതോചിതമായ നേതൃത്വം നൽകിക്കൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പണ്ഡിത സംഘടന, അതിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന അതുണ്ടായത് 924-ലാണ്. ആ സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ഡിതോചിതമായിക്കൊണ്ട്, പടച്ച തമ്പുരാന്റെ സന്ദേശങ്ങൾ അവർക്ക് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിന് പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന, അതാണ് ഇന്നും മുജാഹിദുകൾക്ക് നേതൃത്വം നൽകുന്നത്. ആ പണ്ഡിത സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഒരുപാട് സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടായ സംഘടനകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്,
കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോയുണ്ടാക്കിയ സംഘടനയാണ്. 926 അത് രൂപീകരിച്ചിട്ടുള്ളത്. ആ സമസ്തയിൽ നിന്ന് പിന്നീട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിട്ടുണ്ട്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ തന്നെ സമസ്തകളിൽ തന്നെ വിവിധ ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഒക്കെയായിക്കൊണ്ട് ഭിന്നിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പുരാതനമായിക്കൊണ്ട് എന്ന് പറയാവുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ വളരെ കൃത്യമായിക്കൊണ്ട് എല്ലാവർക്കും അറിയാം. മതരംഗത്ത് പരസ്പരം ഛിദ്രതയോടുകൂടി കഴിഞ്ഞുകൂടുകയും വിവിധ തരീക്കത്തുകളുടെ പേരിൽ തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തരീക്കത്തുകളല്ല, റബ്ബിന്റെ കലാമായ ഫുർഖാനുൽ അളീം പരിശുദ്ധ ഖുർആൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ഏറ്റവും ചൊവ്വായ സച്ചരിതമായ മാർഗം എന്ന് പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ത്വരീഖത്ത്, ആ ത്വരീഖത്താണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അതോടൊപ്പം തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം, ആ മാർഗമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മുഹമ്മദ് നബിയുടെ മദ്ഹബ്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ്, അതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മദ്ഹബുകളായിക്കൊണ്ട് വിവിധ ത്വരീഖത്തുകളായിക്കൊണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിച്ച സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾ അടുത്തറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പരിസരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ അതിൻ്റെതായ ചൈതന്യം ഒരുപക്ഷെ നമ്മളൊക്കെ അറിയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മതം എന്ന് പറയുന്നത് കൃത്യമായിക്കൊണ്ട് അത് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള പ്രമാണങ്ങൾ അറിയാനുള്ള സാഹചര്യം ഇല്ലാത്ത കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. മതത്തിന്റെ അടിസ്ഥാന പ്രമാണം നമുക്കൊക്കെ അറിയാം. ഇവിടെ സുന്നികളെന്നോ മുജാഹിദുകളെന്നോ മറ്റ് സംഘടനക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്, നമുക്കൊക്കെ അറിയാം. നമ്മളെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പലരും ആ ദുആ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന, പടച്ചവനെ നീ ഞങ്ങളെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിപ്പിക്കണമേ. ഏതാണ് ആ കിതാബ്? ഏതാണ് ആ കിതാബ്? ആരുണ്ടാക്കിയ കിതാബാണ്? ആ കിതാബാണ് ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാൻ മനുഷ്യകുലത്തിന് നൽകിയ ഫുർഖാനുൽ അളീം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. പക്ഷേ ആ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് അറബി ഭാഷയിലുള്ള ആ ഖുർആനിന് നമുക്ക് ഈ നാട്ടുകാരായ അറബി അറിയാത്ത നമ്മുടെ മനുഷ്യർക്ക്, ഈ നാട്ടുകാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ പരിഭാഷപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിഭാഷകളുണ്ട്, ഖുർആനിന്റെ പരിഭാഷകൾ. ഈ പരിഭാഷകളെല്ലാം തന്നെ അതിന് തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ അള്ളാഹു ഖുർആനിന്റെ വിവരണമായി കൊണ്ട് ഉപരിലോകത്ത് നിന്ന് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹദീസുകൾ, ആ ഹദീസുകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അതിനെ കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഖുർആനിന്റെ ചൊരിഞ്ഞുകൊണ്ടുള്ള അതിനെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസുകളും അതുപോലെ തന്നെ ഖുർആനും ഹദീസ് പഠന സംരംഭങ്ങളുമെല്ലാം തന്നെ തുടങ്ങി വെച്ചു. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അടുക്കളയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ പുറത്തിറങ്ങാൻ പാടില്ല, അവർക്ക് മലയാളം പോലും പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്നൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഖുർആൻ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മാതൃഭാഷയിൽ അതുപോലും പഠിക്കാൻ നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറഞ്ഞ ഇതാ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം വായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരാശയം മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ അർദ്ധവിഭാഗമായ സ്ത്രീകൾ അവരും എഴുത്തും വായനയും പഠിക്കണം എന്ന് വളരെ വളരെ ആ ചിട്ടയോടുകൂടി അതിനുള്ള അവസരങ്ങൾ ഒരുക്കി, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, സഹോദരിമാർക്ക് എഴുതാനും വായിക്കുവാനും പഠിക്കുവാനും എല്ലാം തന്നെയുള്ള സാഹചര്യം, അതിനുള്ള കവാടങ്ങൾ തുറന്നുകൊടുത്തു.
ഇങ്ങനെ ഒരുപാട് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് കൃത്യമായ അതിന്റെ ഒന്നാമത്തെ ആ വിഷയത്തിലുള്ള അതിന് നാന്ദി കുറിച്ചിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഞങ്ങൾ ഒരിക്കലും തന്നെ എന്തെങ്കിലും ഒരു ഭീകരത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമല്ല. ഈ നാട്ടിലുള്ള ആളുകളെ ഏതെങ്കിലും പണ്ഡിതന്റെ ത്വരീഖത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നൽകിയ സന്ദേശത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ ക്ഷണിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം തന്നെ സഹോദരങ്ങളെ KL-8-104 മാരുതി കാറ് റോഡിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം എന്നറിയപ്പെടുന്നു. KL-8-104 മാരുതി കാറ് അതിന്റെ ഉടമ റോഡിൽ നിന്ന് അതൊന്ന് സൈഡാക്കി പാർക്ക് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അത് ഏതെങ്കിലും ഒരു അതിർവരമ്പുകൾ ഞങ്ങൾ നിശ്ചയിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടുത്ത വേനലും ചൂടും അനുഭവപ്പെട്ട് നമ്മളെല്ലാം തന്നെ പടച്ചതമ്പുരാനിലേക്ക്, സൃഷ്ടാവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചവനെ ഒരു മഴ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞവർ ഈ നാട്ടിൽ എല്ലാവരും ഉണ്ടായിരിക്കും. ആ രൂപത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇതാ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മഴ പടച്ചതമ്പുരാൻ ഉപരിലോകത്ത് നിന്ന് നൽകിയിട്ടുള്ളത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നോ, അതല്ലെങ്കിൽ ഇത് ഇവിടെയുള്ള മാപ്പിളമാർക്ക് മാത്രമെന്നോ ഉള്ള വിവേചനമല്ല. ഇവിടെയുള്ള മുസ്ലിങ്ങളായിരുന്നാലും ഹൈന്ദവരായിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും മതമില്ല എന്ന് പറയുന്നവരായിരുന്നാലും എല്ലാവർക്കും ഈ മഴ ലഭിക്കുന്നു എന്നതുപോലെ തന്നെ പടച്ചതമ്പുരാൻ നൽകിയ സന്ദേശം, ആ സന്ദേശം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അത് എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരിക്കലും തന്നെ ഒരു വർഗീയതയിലേക്ക് ക്ഷണിക്കുകയോ ഇവിടെ ഒരു സംഘടനം ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചങ്ങരംകുളത്ത് വെച്ച് 5 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 7ാമത് സംസ്ഥാന സമ്മേളനം നടന്നത് നമ്മുടെ തൊട്ടടുത്ത് ചങ്ങരംകുളത്ത് വെച്ചാണ്. ആ ചങ്ങരംകുളത്ത് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരുന്നത് മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്നായിരുന്നു. മാനവമോചനത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടുകാരായ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ വളരെ ദുഃഖത്തോടുകൂടി നമ്മൾ കാണുന്ന, ഓർക്കുന്ന ഒരു ദിനമുണ്ട്. 1992 ഡിസംബർ 6-ാം തീയതി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ചിഹ്നമായിക്കൊണ്ട് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ച് തകർക്കപ്പെട്ടത് ആ ഒരു ദിവസത്തിലായിരുന്നു. 1992 ഡിസംബർ 6-ാം തീയതി. അതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ കലാപങ്ങൾ ഉയർത്തപ്പെട്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, അവിടെയുള്ള ക്ഷേത്രങ്ങളും പള്ളിയുടെ അകങ്ങളിൽ പോലും ദുർഗന്ധങ്ങൾ, മനുഷ്യന്റെ രക്തം വീണിട്ടുള്ള ദുർഗന്ധവും അതുപോലെ തന്നെ തീപ്പുകയും പുകഞ്ഞുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ അതേ ഡിസംബർ മാസത്തിൽ കേരളക്കരയിൽ 4 ദിവസം നീണ്ടുനിന്ന മഹത്തായ സമ്മേളനം നടത്തിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയിലെ കോട്ട മൈതാനിയിൽ വെച്ച് 4 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സമ്മേളനം. അവിടെ വളരെ സൗഹാർദ്ദത്തോടുകൂടി ഇന്ത്യ അത് സാഗൂതം നോക്കിക്കണ്ടു. ഇങ്ങനെയും ഒരു കൂട്ടർ ലോകത്തുണ്ടോ? ഇവിടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പുകഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ ഒരു കൊച്ചു സംസ്ഥാനത്ത് സൗഹാർദ്ദത്തിന്റെ സന്ദേശം വിതറിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെയുള്ള ഹൈന്ദവരെ, ക്രൈസ്തവരെ നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ രൂപത്തിൽ നിങ്ങൾ കാണേണ്ടതില്ല എന്ന് വളരെ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരോടുമായി കൊണ്ട് പറയാനുള്ളത്, ഇവിടെയുള്ള ഞങ്ങൾക്ക് പറയാനുള്ള ആദർശം, ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാകുകയില്ല. മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കാവിയുടുത്ത് രുദ്രാക്ഷമാല ധരിച്ചുകൊണ്ട്
നടക്കുന്ന സ്വാമിമാരുടെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ഇസ്ലാമിന് പറയാനുള്ളത് സധൈര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരിയാണ് ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഭീകരത കാണേണ്ടതില്ല. അദ്ദേഹത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി ഈ നാട്ടുകാരായ ആളുകൾ കാണേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യ സഹോദരങ്ങളോട് ഇവിടെ നടക്കുന്ന പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പഴക്കമുള്ള ഇസ്ലാമിന്റെ ആ ഒറിജിനൽ, അതാണ് യാതൊരു കലർപ്പുമില്ലാത്ത ആശയമാണ് ഇവിടെ പറയാനുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്ന് നാട്ടിൽ കാണുന്ന വർത്തമാന കാലഘട്ടത്തിൽ കാണുന്ന പ്രശ്നങ്ങളുമായി കൊണ്ടല്ല മതം നിങ്ങൾ കാണേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഫമൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ വഅള്ളൂ അലൈഹാ ബിന്നവാജിദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ ഒരു ആശയം ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളോട് അടിസ്ഥാനപരമായി കൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട്, അതായത് പ്രവാചകൻ പറഞ്ഞത്, എന്റെ ഉമ്മത്ത് ഞാൻ മരണപ്പെട്ടു പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏതൊരു സാഹചര്യത്തിലാണോ അതേപോലെ തന്നെ നിലനിൽക്കും എന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകന്റെ വചനം, ഫമൻ യഈശു മിൻകും ബഅദി, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഭിന്നിക്കുകയില്ല എന്നല്ല. കാരണം ചിലര് ഇതാ മുസ്ലിം സംഘടനകൾ തന്നെ എത്രയാണ്, ഒരു പ്രസ്ഥാനത്തിൽ തന്നെ എത്ര വിഭാഗങ്ങളാണ്, കക്ഷികളാണ്. ഒരു വീട്ടിൽ തന്നെ വാപ്പ ഒരു ഭാഗത്ത്, മകൻ വേറൊരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, ഭർത്താവ് വേറൊരു ഭാഗത്ത്. ഇങ്ങനെയൊക്കെ കണ്ട് ഇനി എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന, പരിതപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്റെ ഉമ്മത്ത് ഭിന്നിക്കും എന്നാണ്. എത്രത്തോളം എന്നറിയുമോ? ഇഫ്തറഖത്ത് ബനു ഇസ്രായേൽ അലസ്നതൈ വസബഈനമില്ല. എന്റെ മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട വിഭാഗങ്ങളായ ജൂത ക്രൈസ്തവരായ ആളുകൾ 72 കക്ഷികളായി തീർന്നിട്ടുണ്ട്. അവർ 72 കക്ഷികളായി. എന്റെ ഉമ്മത്ത് തീരെ ഭിന്നിക്കുകയില്ല എന്നാണോ പറഞ്ഞത്? അല്ല. എന്റെ ഉമ്മത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുമ്പ് കഴിഞ്ഞു പോയ ജൂത ക്രൈസ്തവരെക്കാൾ അധികമായി കൊണ്ട് ഭിന്നിക്കും. ആ ഭിന്നിക്കുന്ന സമയത്ത് എന്താണ് പ്രവാചകൻ പറഞ്ഞത്? അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ആ സംഘം ആരാണ് എന്ന്, ആ സംഘം ആരാണ് എന്നുള്ളത് ഏതെങ്കിലും മെമ്പർഷിപ്പ് കാണിച്ചുകൊണ്ട് ഇന്ന സംഘടനയിലുള്ള ആളുകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞില്ല. ഇന്ന പണ്ഡിതനെ തഖ്ലീദ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തന്നെ നരകത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ, ആ സ്വഹാബികൾ ആശങ്കയോടുകൂടി പ്രവാചകനോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ മൻഹിയ വമാഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ വിഭാഗം, ഏതാണ് ആ വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും നിലകൊണ്ട ആ ഒരു കക്ഷി, ആ ഒരു മാർഗം. മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാൻ ഇന്ന് നിലനിൽക്കുന്ന, അതോടൊപ്പം തന്നെ എന്റെ സ്വഹാബികളും നിലനിൽക്കുന്ന ആ ഒരു മാർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആ വിവിധങ്ങളായ കക്ഷികളായി തീരുന്ന കാലഘട്ടത്തിൽ സ്വർഗാവകാശികളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു കക്ഷിയിലായിരിക്കണം നമ്മൾ ഉൾപ്പെടേണ്ടത്. ആ കക്ഷി അവരാരാണ് എന്നുള്ളത് റസൂലുള്ള പറഞ്ഞത് ഞാനും എന്റെ സ്വഹാബികളും നിലനിൽക്കുന്ന മാർഗം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് തിരിച്ചു പോകാം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പം ജീവിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളിൽ ഉൾക്കൊണ്ട ആ പഴയ ആദർശത്തിലേക്ക് ഒരിക്കലും തന്നെ മാറ്റമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഫുർഖാനുൽ അദീമിന്റെ ആദർശത്തിലേക്ക്, സന്ദേശത്തിലേക്ക്. അതുപോലെ തന്നെ ഇദാ ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന, ഈ ഖുർആനിനെ നാം സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ ഖുർആനിന്റെ വിവരണം,
ഖുർആനിന്റെ വിവരണം അതും നാം നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ ആ ഒരു ഖുർആനിന്റെ വിവരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയിലൂടെ നൽകിയ ഹദീസുകൾ, ആ ഖുർആനും ഹദീസും അതാണ് നാം ആ ഒരു സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതാണ് എനിക്ക് എന്റെ മുന്നിലുള്ള മുഴുവൻ സഹോദരങ്ങളോടും അതുപോലെ തന്നെ ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നുമെല്ലാം തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോടായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ തന്നെ ഇവിടെ എത്തിയ ബഹുമാന്യനായ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പറകട്ടെ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് സൽപാന്താവിലൂടെ ജീവിച്ചു മരിക്കാനുള്ള അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وصلى الله وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.